ഈ കൃഷിയിടത്തിൽ കള പറിക്കുക എന്നൊരു ഭാഗമുണ്ട്. പക്ഷേ കള പിടിക്കാതിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നമ്മൾ തെറ്റ് കുറ്റങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന് പകരം തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. എന്നുവെച്ചാൽ തെറ്റുകാരനെ ഒഴിവാക്കാൻ നോക്കുന്നതിന് പകരം മറ്റൊരാൾ കൂടി തെറ്റുകാരനാകാതിരിക്കാൻ നമുക്ക് നോക്കാം. അയാളുമായിട്ടുള്ള നല്ല സമ്പർക്കത്തിലൂടെ അയാൾക്കും മോശം അനുഭവം ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ കള പറിച്ച് കളയാനല്ല നോക്കേണ്ടത്. കള വന്നാൽ പറിച്ച് കളയണം. പക്ഷേ കള വരാതിരിക്കാൻ, മനസ്സിലായോ, ഒരു വ്യക്തി കളങ്കപ്പെടാതിരിക്കാനുള്ള അവസരം നമ്മുടെ കയ്യിലുണ്ട്. ആ വ്യക്തിയിൽ തെറ്റുകുറ്റങ്ങളും കുറവുകളും നമ്മൾ കണ്ടെത്താതെ ആ വ്യക്തിയിലുള്ള നന്മയുമായിട്ട് സഹകരിച്ച് നോക്കിക്കേ. അപ്പോഴാ വ്യക്തിക്ക് ഉന്മേഷവും ആശ്വാസവും ആനന്ദവുമാണ് ഉണ്ടാകുന്നത്. അല്ലാണ്ട് ആ വ്യക്തി ഒരു കളയാണ്, ആ വ്യക്തിയിലൊരു തെറ്റുണ്ട്, അതുകൊണ്ട് ആ വ്യക്തിയെ തന്നെ ഉന്മൂലനം ചെയ്യണം അല്ലെങ്കിൽ ശിക്ഷിക്കണം എന്ന് തീരുമാനമെടുക്കുന്നതിന് പകരം ആ വ്യക്തിയിലെ നന്മയോടുള്ള സമ്പർക്കം വളരെ മനോഹരമാണ്.